ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ജന്മാഷ്ടമിയാണ്. അപ്പോൾ അതിന് ഒരു മട്കയുടെ ഷേപ്പിലൊരു സ്വീറ്റ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് നമുക്ക് കാഷ്യൂനട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയും ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ച് യോജിപ്പിക്കുക. പിന്നെ അതിലേക്ക് ഒരു കപ്പ് ചെറുകിയ തേങ്ങയാണ് ഞാൻ ഫ്രഷ് തേങ്ങയാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കുക. പിന്നെ ഒരു പാനിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്തിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത് നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ല സ്വാദുള്ളൊരു സ്വീറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടുപ്പ് കത്തിക്കാതെ തന്നെ നമുക്കിത് റെഡിമെയ്ഡായിട്ട് അങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് എല്ലാ ചേരുവകളും പൊടിച്ചെടുത്ത് അങ്ങനെ തന്നെ യോജിപ്പിച്ച് കുറച്ച് പാല് ചേർത്തിട്ട് അങ്ങനെ യോജിപ്പിച്ചെടുത്ത് അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് കട്ടിയായി വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെല്ലൈക്കോണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആളിനുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് അത് 2 പാർട്ടായിട്ട് പിരിച്ചെടുക്കാം. ഒന്ന് വൈറ്റായിട്ടും മറ്റേതിലേക്ക് ഞാൻ ബീട്രൂട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് അതിൻ്റെ ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഏത് ഇഷ്ടമുള്ള കളറ്. ഇതും ഒന്ന് ഫുഡ് കളർ ചേർത്തതിന് ഇതുപോലെ ഞാൻ ജ്യൂസ് ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം കട്ടിയാവുന്നത് വരെ. അപ്പോൾ ഇത് നമ്മൾ കട്ടിയായതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ആ വൈറ്റ് പാർട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ളത് ആ കളർ ചേർത്ത ഭാഗം ഇതുപോലെ കുറച്ച് വലിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മളത് കൈ വെച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ വൈറ്റ് പാർട്ട് വെച്ച് സ്റ്റഫ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ചട്ടിയുടെ രൂപത്തിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വീറ്റ് റെഡിയാവും. നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാവും, കൃഷ്ണ ജന്മാഷ്ടമി ആയതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഷേപ്പിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സൗകര്യം പോലുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല മട്കയുടെ ഷേപ്പ് നമുക്ക് കിട്ടും. നല്ല ചട്ടിയുടെ, മൺചട്ടിയുടെ. അപ്പോൾ മൺചട്ടിയിൽ വെണ്ണ വെച്ച പോലെയുള്ള ഒരു രൂപമാണ് നമുക്ക് കിട്ടുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെടും, നല്ലൊരു കളിപ്പാട്ടത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടായി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.